What are some of your favorite Indian or international films in the sense of what of the films that have made Fahad go, I would love to be a part of something like this? Cinema Paradiso. Okay. It changed my life. It changed your life. Changed my life. Yeah. I still wish to give the audience who watch my film what I felt watching Cinema Paradiso. ഞാൻ സിനിമ പാരഡൈസോ കണ്ടു. എനിക്ക് ആ സിനിമ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴും എന്നെ ഗൈഡ് ചെയ്യുന്ന സിനിമയാണ് സജിൻ, സിനിമ പാരഡൈസോ. ഞാൻ ഈ വർഷങ്ങൾക്ക് ശേഷം ഷൂട്ട് ചെയ്യുന്ന സമയത്തും സിനിമ പാരഡൈസോൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ലൊക്കേഷനിലിട്ടിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്ന് കണ്ട സിനിമയാണ്. ഹായ്, നിങ്ങളിപ്പോൾ ഒരു വീഡിയോ കണ്ടിരുന്നു ഫഹദ് ഫാസിലും വിനീത് ശ്രീനിവാസൻ പറയുന്ന സിനിമ പാരഡൈസോ എന്ന മൂവി. ആക്ച്വലി വിനീത് ശ്രീനിവാസൻ്റെ അടുത്ത് ശ്രീനിവാസൻ അച്ഛൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഡയറക്ഷനാണോ ഇഷ്ടം? ഡയറക്ഷൻ ഇഷ്ടമാണെങ്കിൽ നീ 3 സിനിമകൾ കാണണം. ആ 3 സിനിമകളിൽ ഒരു സിനിമയാണ് സിനിമ പാരഡൈസോ. അത് കണ്ടു കഴിയുമ്പോൾ നിനക്ക് തോന്നും എങ്ങനെയാണ് മൂവി എടുക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറയുന്നു. ഫഹദ് ഫാസിലിൻ്റെ അടുത്തും ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ടച്ച് ചെയ്ത മൂവി ഏതാണെന്ന്. അങ്ങനെ ടച്ച് ചെയ്തൊരു മൂവി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ടച്ച് ചെയ്ത മൂവി ഏതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ഫിലിം ആണ് സിനിമ പാരഡൈസോ. അപ്പോൾ ഞാൻ ഈ മൂവി കണ്ടിട്ടുണ്ടായില്ല. ആക്ച്വലി ഈ സിനിമ പാരഡൈസോനേക്കാൾ മുമ്പ് കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഇവിടെ ഈ ഇൻ്റർവ്യൂവിലും പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ സിനിമ നല്ല റേറ്റിംഗുള്ള മൂവിയാണ്, IMDb-യിലായാലും എല്ലായിടത്തും മെൻഷൻ ചെയ്യുന്നത് കാണാം ഈ മൂവി. പക്ഷേ ഞാനത് അത്രത്തോളം കാണാൻ കൊതിച്ചിട്ടില്ല. ഒരു ഡ്രാമ ഇടുന്ന മൂവി ആയതുകൊണ്ടായിരുന്നു തോന്നുന്നു ഞാൻ കുറച്ച് ബാക്കോട്ടായിരുന്നു ഈ മൂവി കാണാൻ. പക്ഷേ ഇവർ രണ്ടുപേരും ഇൻ്റർവ്യൂ കണ്ടപ്പോഴും റിപ്പീറ്റഡായിട്ട് ഈ മൂവി മെൻഷൻ ചെയ്തപ്പോൾ ഞാൻ അന്വേഷിച്ചിറങ്ങി. അങ്ങനെ കുറേ ഗ്രാമങ്ങളിൽ കയറി ഇറങ്ങി ഞാൻ ഈ മൂവി കണ്ടുപിടിച്ചു. അങ്ങനെ ഞാൻ ഈ മൂവി കണ്ടു. ഇവരൊക്കെ എല്ലാം പറഞ്ഞ ഒരു മൂവി സജഷനായിട്ട് പറയാൻ പറ്റാവുന്ന കിടിലം മൂവിയാണ് സിനിമ പാരഡൈസോ. ഇതൊരു ഇറ്റാലിയൻ മൂവിയാണ്. 88 ഇറങ്ങിയ ഒരു മൂവിയാണ്. ഇതൊരു രസമാണ്. ഇറ്റാലിയൻ മൂവി ആയതുകൊണ്ട് അവിടുത്തെ സിസിലി എന്ന സ്ഥലത്തെ ഒരു അറ്റ്മോസ്ഫിയറും കൾച്ചറൊക്കെ നന്നായിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു കമ്മിങ് ഓഫ് ഏജ് ജേണലിൽ വരുന്നതാണ്. ഒരു കൊച്ച് വളർന്ന് വലുതാവുന്ന വരെയുള്ള ഒരു പീരീഡിലുള്ള ഒരു മൂവിയാണ്. പക്ഷെ അത് എടുത്തേക്കുന്നത് ഒരു രക്ഷയില്ല, സൂപ്പറായിട്ടാണ് എടുത്തതാണ്. ടുവേഴ്സ് ദ എൻഡൊക്കെ ഒരു രക്ഷയില്ല. ഇതിൽ ഒരു കൊച്ച് സിനിമ പ്രാന്താണ് ശരിക്കും പറഞ്ഞാൽ. ആ കൊച്ചിന് സിനിമ കാണാൻ ഭയങ്കര കൊതിയായിട്ട് നടക്കുന്നത്. ആ കൊച്ച് കൂട്ടാവുന്നതെന്ന് പറയുന്നത് ഒരു തിയേറ്ററിൻ്റെ പ്രൊജക്ടർ വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരാളായിട്ടാണ്, ആൽഫ്രെഡോ. അവർ തമ്മിലുള്ള സീൻസ് നല്ല രസമാണ്. പിന്നെ ഞാൻ കൂടുതൽ പറയണില്ല, നിങ്ങൾക്കത് സ്പോയിലറായിട്ട് മാറും. അപ്പോൾ അവിടെ തൊട്ട് ഈ മൂവി ആ കുഞ്ഞു കൊച്ചിൻ്റെ സ്റ്റോറി തുടങ്ങി നല്ല പ്രായമായി ഒരു 50 വയസ്സ് വരെയുള്ള ഒരു ജേണിയാണ് കാണിക്കുന്നത്. നമ്മൾ ഈ മൂവി കാണാൻ തുടങ്ങിയപ്പോൾ ഞാൻ തുടക്കം കണ്ടപ്പോൾ ഈ 88 മൂവി ആയതുകൊണ്ട് 88 തുടക്കം കാണിക്കുന്നത് 40s ആണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാജറേഷൻസ് ആ മൂവിയിലുണ്ട്. പക്ഷെ പിന്നീട് ഞാൻ വിചാരിച്ചു 88 മൂവി ആയതുകൊണ്ട് എക്സാജറേഷൻ. പക്ഷെ ഗ്രാജുവലി അത് 88 എത്തുന്നതോറും ഭയങ്കര മെച്യൂറായിക്കൊണ്ടിരിക്കും സീൻസും കാര്യങ്ങളൊക്കെ. അതിന് നന്നായിട്ടൊരു പങ്ക് ആക്ടേഴ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാമറ വർക്ക് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് രീതിയിലാണ് ക്യാമറ വർക്ക്. 88 ആണെന്ന് ആ വർഷത്തിലിറങ്ങിയ മൂവിയാണ്. ആ എഫേർട്ട് അവരിട്ടേക്കുന്നത് ആ ക്യാമറ വർക്കിന് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നമുക്ക് നല്ല രസമാണ് ഒരു മൂവി. ഞാൻ ചെറിയ ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ആ എഫേർട്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി. എന്തോ ഒരു കഷ്ടപ്പെട്ടാണ് അവർ അങ്ങനത്തെ ഒരു രീതിയിൽ മൂവി എടുത്തിട്ടുണ്ടാവുക. പിന്നെ എഴുതിയ സ്റ്റോറി നല്ല ഫ്ലോ ആണ്. അങ്ങനെ ഞാനിങ്ങനെ മൂവിനെ കണ്ട് തുടക്കം കണ്ടപ്പോൾ ഈ പറഞ്ഞ പോലെ എക്സാജറേറ്റഡ് ആയിട്ട് കണ്ടെങ്കിലും പിന്നെ ഗ്രാജുവലി നമ്മൾ ഇൻവോൾവ് ആയി പോവാണ്. നമ്മൾ അവിടുത്തെ ആൾക്കാരായിട്ടൊക്കെ നമുക്ക് ഭയങ്കര പരിചയമാവും. ടുവേഴ്സ് ദ എൻഡ് എൻ്റെ പൊന്നു ഒന്നും പറയാനില്ല, കിട്ടില്ലെങ്കിൽ എൻഡിങ്ങിൽ നമ്പർ 1 എൻഡിങ് എന്ന് വേണമെങ്കിൽ പറയാം. മൂവി കണ്ടിറങ്ങിയപ്പോഴത്തേക്കും ഒരു നോർമൽ മൂവിയാണ്. ആ മൂവിനെ ഇത്രയ്ക്ക് ഭംഗിയായിട്ട് നല്ല ഇമോഷണലായിട്ട് അവർ എൻഡ് ചെയ്യുക എന്ന് പറയുന്നത്, ഈ മൂവി നിങ്ങൾ കണ്ടേ പറ്റുള്ളൂ. ഹൈലി റെക്കമെൻഡഡ് മൂവിയാണ്. ആ എൻഡിങ് ആ സ്റ്റോറിനെ നന്നായിട്ട് ക്ലോഷർ കൊടുക്കുന്നത് സൂപ്പറാണ്. അത് എന്താ പറയുക, എടുത്തെങ്കിൽ ആക്ടേഴ്സൊക്കെ എന്ത് രസമായിട്ടാണ് അവസാനം കാണിച്ചു കൊടുക്കുന്നത് അറിയും. സൂപ്പറാക്കാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ആ ക്ലൈമാക്സ് അത്രയ്ക്ക് ഭംഗി ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മ്യൂസിക്കാണ്. ഞാനിങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് ഒരു 88 മൂവി കണ്ടിട്ട് നമുക്ക് കണ്ണ് നിറഞ്ഞു പോകാന്ന് പറയുന്നത്
സമ്മതിക്കണം. ഞാൻ ആ തുടക്കത്തെ സീൻസൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇമോഷണൽ ടച്ചൊന്നും ആവുണ്ടായില്ല. പിന്നെ ഗ്രാജുവലി ഞാൻ അവിടെ എത്തി. ആ ലൊക്കേഷനായിട്ട് ഭയങ്കര പരിചയം. ഇവിടെ തിയേറ്റർ, ഇവിടെ സ്ട്രീറ്റ്, അതുപോലെ നമ്മളെ ആക്കിയെടുക്കുകയാണ് ആ മൂവി. പിന്നെ എൻഡിങ് ആയപ്പോഴത്തേക്കും നമുക്ക് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് സൂപ്പറാണ്. ഈ പറഞ്ഞ പോലെ നിങ്ങൾ ക്ലൈമാക്സ് മാത്രം നോക്കാൻ വേണ്ടി യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പോയിലറായി പോകും. നിങ്ങൾ മൂവി കാണുമ്പോൾ മാത്രം ക്ലൈമാക്സ് കാണാം. യൂട്യൂബിൽ ഇഷ്ടംപോലെ ക്ലൈമാക്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആൾക്കാർ. അതൊന്നും കാണാൻ പോകരുത്, മൂവി കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും നിങ്ങളൊരു മൂവി ലവറാണെങ്കിൽ, നിങ്ങളൊരു മൂവി എന്താ പറയുക, നന്നായിട്ട് എല്ലാ ടൈപ്പ് മൂവീസ് ആസ്വദിക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു ഡ്രാമ ജേണറിൽ ഒരു കിഡിലൻ മൂവിയാണ് സിനിമ പാരഡൈസ്. ഇറ്റാലിയൻ മൂവിയാണ്, സബ് ടൈറ്റിൽസ് വേണം, ഇതൊക്കെ വേണം നമുക്ക് കാര്യം മനസ്സിലാക്കണമെങ്കിൽ. പക്ഷേ ഇമോഷണൽ സൈഡ്, ഞാൻ ഇറ്റാലിയൻ മൂവിയാണ് കാണുന്നത്, ഒരു മൂവി കാണാണ്, അതാണ് രസം. പിന്നെ ഇതിൽ ഫുള്ളും സംസാരവും കാര്യങ്ങളൊക്കെ മൂവി റിലേറ്റഡാണ്. അപ്പോൾ മൂവി റിലേറ്റഡ് ആകുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫീൽഡ് ആയതുകൊണ്ടാണ് സത്യം. മേ ബി എനിക്കത് ആ ഏരിയ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണ് നന്നായിട്ട് ആസ്വദിക്കാൻ സാധിച്ചു. അടിപൊളി മൂവിയാണ്. എന്തായാലും നിങ്ങൾക്കൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചില ഗ്രാമങ്ങളിൽ പോയി തപ്പി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മൂവി കിട്ടാൻ സാധ്യതയുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും സമാധാനത്തോടെ കാണാം. അത് ഇരുന്ന് കാണണം, ഇരുന്ന് കണ്ട് ആസ്വദിക്കണം. മ്യൂസിക് എൻ്റെ പൊന്നു നമ്മളങ്ങനെ കയ്യിലെടുക്കുകയാണ്, അടിപൊളിയാണ്. ഞാനതിൻ്റെ CD അന്വേഷിക്കാൻ ഇറങ്ങാണ്. ഓഡിയോ CD എങ്ങനെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാനത് മേടിക്കും. അതേപോലത്തെ മ്യൂസിക്കാണ്, സൂപ്പർ മ്യൂസിക്, അടിപൊളി. അപ്പോൾ മറക്കണ്ട സിനിമ പാരഡൈസ്. അപ്പോൾ ഇതുപോലത്തെ നല്ല ഹൈലി റെക്കമെൻഡഡ് മൂവീസുമായിട്ട് ഞാൻ ഇനിയും വരും. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.